കേരളത്തിന്റെ ഹൃദയത്തിൽ ഒരു ജലബോംബ്. ഒരു നിമിഷം മതി എല്ലാം വെള്ളത്തിനടിയിലാകാൻ. ഇതൊരു സാങ്കല്പിക ദുരന്ത സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലുകളാണ്. 1. ഇടുക്കി അണക്കെട്ടിന് മേലുള്ള സമ്മർദ്ദം ജലപ്രവാഹം. മുല്ലപ്പെരിയാർ തകർന്നാൽ അതിലെ മുഴുവൻ വെള്ളവും കുതിച്ചൊഴുകിയെത്തുക താഴെ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ഡാമിലേക്കാണ്. ഇടുക്കിയുടെ സംഭരണശേഷി. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് കുറവാണെങ്കിൽ ഒരു പരിധി വരെ ഈ വെള്ളം ഉൾക്കൊള്ളാൻ അതിന് കഴിഞ്ഞേക്കാം. എന്നാൽ കാലവർഷ സമയത്ത് 2 ഡാമുകളും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ കുതിച്ചെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിഞ്ഞേക്കില്ല. ഇത് വലിയൊരു പ്രളയത്തിലേക്ക് നയിക്കും. 2. ജനജീവനും സ്വത്തിനുമുണ്ടാകുന്ന ഭീഷണി. പെരിയാർ തീരം. ഡാമിന് തൊട്ടു താഴെയുള്ള ജനവാസ കേന്ദ്രങ്ങളായ വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ, ഏലപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളെയാകും ഈ ജലപ്രവാഹം ആദ്യം ബാധിക്കുക. മറ്റ് ജില്ലകളിലെ പ്രളയസാധ്യത. ഇടുക്കി ഡാമിന് ജലം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ എറണാകുളം ജില്ലയെ, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തെയും വ്യവസായ മേഖലകളെയും ഇത് പൂർണ്ണമായും ബാധിക്കും. കൂടാതെ തൃശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളുടെ പല ഭാഗങ്ങളിലും അതിരൂക്ഷമായ പ്രളയമുണ്ടാകാൻ സാധ്യതയുണ്ട്.